السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 120 വരെയുള്ള ആയത്തുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ 121 ആയത്ത് മാത്രം ഇൻഷാ അല്ലാഹ്. വളരെ ചെറിയൊരു ആയത്താണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വളരെ കുറച്ച് കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ വളരെ എന്താ പറയാ അതിഭീകരമായ ഒരു മെസ്സേജ് ഉള്ള ഒരു ആയത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് എന്താ പറയാ വളരെ അത്യാവശ്യമുള്ള ഒരു റിമൈൻഡർ ആണത്. എല്ലാവർക്കും ഒന്നുമില്ലെങ്കിലും കുറേ ആളുകൾക്ക് ഒക്കെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചധികം സംസാരിക്കാനുണ്ട് അതിനെക്കുറിച്ച്. കുറച്ച് ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിന് മുമ്പേ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച എപ്പോഴെങ്കിലും ആയിട്ട് ബാക്കി എടുത്ത് തീർക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ആയത്ത് 121 അല്ലദീന ആതീനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നാം ഈ വേദഗ്രന്ഥം നൽകിയവർ ആരോ അവരിത് യഥാവിധി പാരായണം ചെയ്യുന്നു, അവരിതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതിനെ നിഷേധിക്കുന്നവരോ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. വാക്കർത്ഥം അല്ലസീന യാതൊരുവർ, ആതീനാഹും നാം അവർക്ക് നൽകി, ആതീന ഫഅൽന നഹ്നു ആണ് സബ്ജക്റ്റ്, നാം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വയം റെസ്പെക്ട് കൊടുത്ത് പറയുന്നതാണ്. ആതീന ഹും അവർക്ക്. ഓക്കെ, ളമീർ മുത്തസിൽ. അൽ കിതാബ് ഗ്രന്ഥം. അത്തിന ഹംസത്തായ നമുക്ക് മിക്കവാറും എല്ലാ ആയത്തിലും തന്നെ ഈ ഒരു വാക്ക് പല രീതിയിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. യത്ലൂനഹു, യത്ലൂനഹു അവർ അത് ഓതുന്നു. യത്ലൂന യഫഅലൂൻ എന്നൊക്കെ പറയുന്ന പോലെ അവർ ഓതുന്നു. ഹു അത്. ഓക്കെ, യത്ലൂന ത ലാം വ അല്ലെങ്കിൽ ത ലാം യ രണ്ട് രീതിയിലും റൂട്ട് വരാം. തിലാവ എന്നൊക്കെ ഉള്ള വാക്ക് വരുന്ന റൂട്ട്. ഓക്കെ, ഹഖ തിലാവതിഹി, ഹഖ തിലാവതിഹി ഇതില് അത് ഓതുന്ന മുറപ്രകാരം, അതായത് അതിന്റെ തിലാവത്തിന്റെ ഹക്കോട് കൂടി. ഹഖ ഹ ഖാഫ് ഖാഫ്, തിലാവതിഹി വീണ്ടും പഴയ റൂട്ടിന് ത ലാം വ അല്ലെങ്കിൽ ത ലാം യ. ഉലൈക അവർ, യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നു. ഓക്കെ, യുഅ്മിനൂന ഹംസ മീം നൂൻ അവർ വിശ്വസിക്കുന്നു. ബിഹി ഇതിൽ അല്ലെങ്കിൽ ഇത് കൊണ്ട്. വമൻ ആര്, യക്ഫുർ നിഷേധിക്കുന്നുവോ. ഓക്കെ, യക്ഫുർ നിഷേധിക്കുന്നുവോ, കാഫറ ബിഹി ഇതിനെ, ഫഉലൈക എന്നാൽ അക്കൂട്ടർ, ഹും അവർ തന്നെയാണ്. അത് ഇവിടുത്തെ ഹും സ്ട്രെസ് ആണ്, ഒരു എക്സ്ട്രാ ഉലൈക എന്ന് അവർന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പുറമെ ഒരു ഹുമ്മും കൂടെ കൊടുത്തത് അതിനൊന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹും അവർ തന്നെയാണ്. അൽ ഖാസിറൂൻ, ഖാസിറിന്റെ പ്ലൂരലാണ് ഖാസിറൂൻ. ഖ സീൻ റ നഷ്ടക്കാർ, നഷ്ടം പറ്റിയവർ. തഫ്സീർ നോക്കാം നമുക്ക്. അല്ലദീന ആതീനാഹുമുൽ കിതാബ, നാം ആർക്ക് ഗ്രന്ഥം നൽകിയോ. ഓക്കെ, ഏതൊരുവർക്ക് നാം ഗ്രന്ഥം നൽകിയോ അവരെന്താ ചെയ്യുന്നത്. യത്ലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, റിസൈറ്റ് ചെയ്യുന്നു, തിലാവ ചെയ്യുന്നു. ഹഖ തിലാവതിഹി അതിന്റെ ഹക്കോട് കൂടി, അത് ആ പാരായണത്തിന്റെ തിലാവത്തിന്റെ ഹക്ക് എന്താണോ ആ ഹക്കോട് കൂടി അവർ പാരായണം ചെയ്യുന്നു. അതെങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് അതേപോലെ അക്കൂട്ടർ, അതായത് ഉലായിക്ക അക്കൂട്ടർ, യുഅ്മിനൂന ബിഹ് അവർ അതിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒമൻ യക്ഫുർ ബിഹ് ആര് അതിനെ നിഷേധിക്കുന്നുവോ, ആര് അതിൽ കുഫ്ർ കാണിക്കുന്നുവോ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ അവരാണ് എന്താണ്, അവർ തന്നെയാണ് എന്ത്, നഷ്ടം പറ്റിയവർ. അപ്പോൾ നമുക്ക് ഈ ആയത്തിൽ കാണാം
അള്ളാഹു സുബ്ഹാനഹു വതആല ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. എന്നാൽ ചിലര് അതിനെ എന്താണ് റിസൈറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ തിലാവത്ത് നടത്തുന്നവരുണ്ട്. എന്നാൽ വേറെ ചിലര് തിലാവത്ത് നടത്താത്തവരുണ്ട് അല്ലേ. തിലാവത്ത് നടത്തുന്നവര് എന്താണ് അതിനെ എങ്ങനെ തിലാവ ചെയ്യണോ, എങ്ങനെ റിസൈറ്റ് ചെയ്യണോ, എങ്ങനെ ഓതണോ അപ്രകാരമാണ് ഓതുന്നത്. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ പറയുന്നത്? അവരാണ് യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥം വിശ്വസിക്കുന്നവര്. എന്നാ വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത് ഓതാത്തവര് അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നവര്, ഡിനൈ ചെയ്യുന്നവര്, കുഫ്ർ കാണിക്കുന്നവര്, അവരുടെ അവസാനം എന്താണ്? ഖുസ്റാൻ, കംപ്ലീറ്റ് നഷ്ടം. ഇഹത്തിലും പരത്തിലും കംപ്ലീറ്റ് നഷ്ടക്കാരാണ് അവര്. അപ്പം എന്താണെന്ന് കുറച്ച് വിശദമായിട്ട് നോക്കാം. അല്ലദീന ആതീനാഹും, ആതീന ഹംസത്തായ അതായ തി നൽകുക, എന്തെങ്കിലും ഒരു സാധനം നൽകുക. അപ്പം അവർക്ക് നാം നൽകി, യാതൊരു കൂട്ടർക്ക് അവർക്ക് നാം നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തോ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആർക്കാ കൊടുത്തത്? ഒരു കൂട്ടർക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ അവരുടെ റെസ്പോൺസ് ആണ് തുടർന്ന് പറയുന്നത്. അള്ളാഹു എന്താ കൊടുത്തത്? അൽ കിതാബ്, കിതാബ് ഗ്രന്ഥം. ഇവിടെ കിതാബ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയായിട്ട് ഇറക്കിയ ഏതൊരു ഗ്രന്ഥവും, അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയായിട്ട് വെളിപ്പെടുത്തി കൊടുത്ത ഏതൊരു ഗ്രന്ഥവും. ഏതൊക്കെ ഗ്രന്ഥമാവാം വെളിപ്പെടുത്തി കൊടുത്തത്? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആന്. ഇനി വേറെയും ഗ്രന്ഥങ്ങൾ ഉണ്ടാവും നമുക്ക് അറിയാത്തത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്? ആതീനാഹുമുൽ കിതാബ്, അവർക്ക് ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട് അല്ലെ. അള്ളാഹുവായിട്ട് ഇറക്കി കൊടുത്ത ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങളുമാണ് ഇവിടെ റെഫറൻസ്. അപ്പം ആ കൊടുത്തതിൽ ചില ആളുകള് യത്ലൂനഹു, അവരതിനെ റിസൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവർ റിസൈറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ അതിനെ തിലാവത്ത് നടത്തുന്നത്? ഹഖ തിലാവത്തിഹി, അതിനെ എങ്ങനെ ഏതൊക്കെ അവകാശങ്ങൾ കൊടുത്ത്, ഏതൊക്കെ ഹക്കുകൾ കൊടുത്ത് അതിനെ തിലാവത്ത് നടത്തണോ അതുപോലെ. യത്ലൂനഹു എന്ന് പറഞ്ഞാൽ ത ലാം വ അല്ലെങ്കിൽ ത ലാം യ, തിൽവ് അല്ലെങ്കിൽ തൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഷാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പിന്തുടരുക എന്നാണ് അർത്ഥം. നമ്മൾ മുമ്പും ഈ വാക്ക് തിലാവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബനി ഇസ്രായേലിന്റെ ഇൻട്രൊഡക്ഷനിൽ ഈ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പിന്തുടരുക എന്നാണ് അർത്ഥം. ഇതേ റൂട്ടിൽ നിന്നാണ് യത്ലൂനയുടെ അതേ റൂട്ട് തന്നെയാണ് തിലാവയും. തിലാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓതല്. അപ്പം ഈ ഓതലും ഫോളോ ചെയ്യലും അല്ലെങ്കിൽ പിന്തുടരും തമ്മിലുള്ള ബന്ധം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ, അതായത് ദൈവികമായ ഗ്രന്ഥങ്ങളുടെ പാരായണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് തിലാവ. അല്ലാതെ വെറുതെ വായിക്കുന്നതിന് തിലാവ എന്ന് പറയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് വെറുതെ വായിക്കുന്നതിന് തിലാവ എന്ന് പറയില്ല. ഈ തിലാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ അക്ഷരവും ഓരോ വാക്കും കൂട്ടി അതായത് ഒന്നും മിസ്സാക്കാതെ ജോയിൻ ചെയ്ത് ഓതുന്നതിനാണ്, ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഓതുന്നതിനാണ്, എല്ലാത്തിനെയും പിന്തുടർന്നുകൊണ്ട് ഓതുന്നതിനാണ് തിലാവ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഖുർആൻ അങ്ങനെയാണ് ഓതുക. അക്ഷരങ്ങൾ കണക്ട് ചെയ്ത്, വാക്കുകൾ കണക്ട് ചെയ്ത്, നമ്മൾ അതിനെ ഇടക്ക് ബ്രേക്ക് ചെയ്തിട്ട് വേറെ പണിക്ക് പോയി വന്നിട്ട് ഓത്തൊന്നുമില്ല. നമ്മളൊരു ആയത്ത് ഓതാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ വലിയ ബ്രത്ത് എടുക്കും അല്ലെ. ഇനി ഇടക്ക് വെച്ച് നമ്മളൊന്ന് മുറിച്ചു പോയാൽ നമ്മൾ ബാക്കിൽ നിന്ന് പിന്നെയും കണക്ട് ചെയ്തിട്ട് ഓതും. അർത്ഥം മുറിഞ്ഞു പോവാത്ത രീതിയിൽ തൊട്ട് മുമ്പുള്ള വാക്കോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഒരു ഫ്രേസോ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഖുർആൻ ഓതുക. ഒരു ഒരു മുഴുവൻ ആയത്തോ ഒക്കെ നമ്മൾ ഓതുകയാണെങ്കിൽ അല്ലെ. അപ്പം അത്തരത്തില് കണക്ട് ചെയ്ത് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഫോളോ ചെയ്ത് ഓതുന്ന ഓത്തിനാണ് തിലാവ എന്ന് പറയുന്നത്. തിലാവ എന്ന് പറയുന്നത് വേറൊരു സാധാരണ ഗ്രന്ഥം ഒന്നും വായിക്കുന്നതിന് അങ്ങനെ എന്താ പറയാ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ്. വേറൊരു ഇതാണ് ഒരു അർത്ഥം, ഫോളോയിങ് എന്നുള്ള അല്ലെങ്കിൽ പിന്തുടരുക എന്നുള്ള അർത്ഥത്തിന്റെ തിലാവ എന്ന് പറയുന്ന വാക്കിന്റെ ഒരു കണക്ഷൻ ഇതാണ്. ഇനി മറ്റൊരു കണക്ഷൻ എന്താന്ന് വെച്ചാല്, നമ്മൾ മറ്റു ഗ്രന്ഥങ്ങൾ വായിക്കുന്ന പോലെ, മറ്റ് സാധാരണ ബുക്കുകൾ വായിക്കുന്നത് പോലെ അല്ല ഖുർആൻ പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ദൈവികമായ ഗ്രന്ഥങ്ങളുടെ കാര്യത്തില്. കാരണം മറ്റൊരു ബുക്കാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അത് വായിച്ചിട്ട് അത് പോട്ടെ, മറന്നു കളയാം അല്ലെ, അതിനെ കുറിച്ച് ഒന്നും ചെയ്യണ്ട, അത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ എന്തിനാ ഇപ്പൊ അതൊക്കെ ചെയ്യാൻ പോണേ അല്ലെ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഗ്രന്ഥങ്ങൾ, ദൈവികമായ ഗ്രന്ഥങ്ങൾ, റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്, വഹി വഴി ഇറക്കിയ ഗ്രന്ഥങ്ങള് നമ്മളെ വായന ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് പിന്തുടരുന്നതാണെന്നത് പോലെ തന്നെ അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹുക്മ എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആക്ഷനും നമ്മൾ പിന്തുടരല് ആവശ്യമാണ്. എന്താണോ നമ്മൾ ആ ഗ്രന്ഥം വായിച്ചത് വഴി, പഠിച്ചത് വഴി, മനസ്സിലാക്കിയത് വഴി, അറിഞ്ഞത്, അത് നമ്മൾ ചെയ്യല് നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്.
നമ്മുടെ ആക്ഷൻ അതിന്റെ പിന്നാലെ വരണം അല്ലെ. വേറൊരു ബുക്കാണെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓതറെ നമുക്ക് ഡിസഗ്രി ചെയ്യാം. ഇയാൾ എന്താ ഇതിങ്ങനെ പറഞ്ഞത്, ഇത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് പറയാം അല്ലെ. അല്ലെങ്കിൽ അത് വായിച്ചിട്ട് നമുക്ക് അതങ്ങ് മറന്നു കളയാം. ഇനി അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ആരും ചോദ്യം ചെയ്യാനൊന്നും പോണില്ല അല്ലെ. നമുക്കൊന്നും ചെയ്യാതിരിക്കാം. പക്ഷെ ഖുർആൻ അല്ലെങ്കിൽ ദൈവികമായ ഗ്രന്ഥങ്ങൾ, വഹി വഴി ഇറക്കിയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് വായനയിൽ എത്രത്തോളം നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഫോളോ ചെയ്യുന്നോ പിന്തുടരുന്നോ അതുപോലെ അതിൽ വായിച്ച കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ആക്ഷനായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആക്ഷനായിട്ട് കൊണ്ടുവരണം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വായിച്ചത് ആക്ഷനായിട്ട് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് മനസ്സിലാവണം അല്ലെ. നമ്മൾ വായിച്ച കാര്യം എന്താണെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. അപ്പം തിലാവ എന്ന് പറയുന്ന തിലാവ എന്ന് പറയുന്ന റെസിറ്റേഷൻ, അത് എന്ത് തരത്തിലുള്ള റെസിറ്റേഷൻ ആണ്? അത് കറക്റ്റ് റെസിറ്റേഷൻ ആയിരിക്കണം. കറക്റ്റ് വാക്കുകൾ കറക്റ്റായിട്ട് പറയണം. വാക്കുകളുടെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയ കാര്യം ആക്ഷൻ കൊണ്ട് ഫോളോ ചെയ്യണം. ഇതാണ് തിലാവ. സോ യത്ലൂനഹു, അവര് അതിനെ പാരായണം ചെയ്തു, തിലാവ ചെയ്തു. എങ്ങനെയാണ് അവര് തിലാവ ചെയ്തത്? ഹഖ തിലാവതിഹി, അതിന്റെ എല്ലാ ഹക്കും കൊടുത്തുകൊണ്ട്, എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് അതിന്റെ അവകാശങ്ങൾ അല്ലേ? നമ്മൾ ഒരു തിലാവത്തിനെ അതിനെ കറക്റ്റ് ആയിട്ട് തിലാവ ചെയ്യാന്ന് പറയുന്നത് അതിന്റെ റെസിറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം, പ്രൊനൗൺസിയേഷൻ, വാക്കുകൾ, ഉച്ചാരണം എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആക്ഷൻ കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം. അതിന്റെ പിന്നാലെയുള്ള ആക്ഷൻ നമ്മൾ വായിക്കുന്ന പോലെ വായിച്ചു വിടാനോ മറന്നു കളയാനോ അതിന്റെ ഓതറ ചോദ്യം ചെയ്യാനോ ഒന്നും അധികാരം ഇല്ലാന്ന് മാത്രമല്ല, നമ്മൾ മറ്റു ബുക്കുകളൊന്നും വായിച്ച് മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ ചോദ്യം ചെയ്യൂല. പക്ഷെ ഇത് വായിച്ച് മനസ്സിലാക്കി മറന്നു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടബിൾ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ. അപ്പൊ ബുക്ക് വായിക്കേണ്ട രീതിയിൽ ഹഖ തിലാവതിഹി, ആ ഗ്രന്ഥം പാരായണം ചെയ്യേണ്ട രീതിയിൽ പാരായണം ചെയ്യുന്ന അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് അതിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവര്. ശരിയായ രീതിയിൽ അവർക്കാണ് അതിനകത്ത് ശരിയായ ഈമാൻ ഉള്ളത്. ആ ഗ്രന്ഥത്തിനെ വായിക്കേണ്ട രീതിയിൽ വായിക്കുന്നവർക്കാണ് ആ ബുക്കില് ശരിയായ ഈമാൻ ഉള്ളത്. ഓക്കെ. അപ്പം തിലാവ എന്ന് പറയുമ്പം തിലാവനെ മൂന്നായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യത്തത് തിലാവത്തു ലഫ്ദ്. ഓക്കെ, ലഫ്ദ്, തോക്ക് മുകളിൽ പുള്ളിയുള്ള ആണ് കേട്ടോ. ലഫ്ദ്, തിലാവത്തു ലഫ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാക്കുകളുടെ തിലാവ, വാക്കുകളുടെ റെസിറ്റേഷൻ. അപ്പം ഒരാള് ഖുറാൻ കാര്യമായിട്ട് എടുക്കുന്നു, അർത്ഥങ്ങൾ തഫ്സീർ എടുക്കുന്നു, അർത്ഥങ്ങൾ വായിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അയാൾ ഖുറാൻ ഓതാറില്ല. അതായത് തിലാവത്തുൽ ലഫ്ദ് എന്ന് പറഞ്ഞാൽ വാക്കുകളാണ്, വാക്കുകളുടെ തിലാവയാണ്. അയാൾ ഖുറാൻ ഓതൂല, പക്ഷെ അയാൾ അർത്ഥങ്ങളൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കി വെക്കും, എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ അയാൾ ഹഖ തിലാവത്തിഹി ചെയ്യുന്നുണ്ടോ? തിലാവത്തിന്റെ ഹക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഏറ്റവും ആദ്യം തിലാവത്തുൽ ലഫ്ദ്. ഓക്കെ, വാക്കുകളുടെ തിലാവ. അതെങ്ങനെയാ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക? അത് നമുക്ക് അറബി ഭാഷ വായിക്കാൻ അറിയില്ലെങ്കിൽ പറ്റുമോ? പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ചെറുപ്പം മുതലേ അല്ലെ ഏറ്റവും ആദ്യം പഠിക്കുന്നതിൽ അറബി ഭാഷ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഹക്ക് എന്ന് പറയുന്നത് തിലാവത്തുൽ ലഫ്ദാണ്. നമ്മൾ ആദ്യം ആ ഭാഷ പഠിക്കണം, അതിനുശേഷം അതിന്റെ പ്രൊനൗൺസിയേഷൻ പഠിക്കണം, തജ്വീദ് പഠിക്കണം അല്ലെ. അപ്പം അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാനും അല്ലെങ്കിൽ അതിന്റെ ലഫ്ള് വാക്കുകളുടെ തിലാവ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. മഖാരിജുകളും തജ്വീദുകളും ഈവൻ ഭാഷ പോലും അറിയെങ്കിൽ. അതാണ് ഏറ്റവും ആദ്യത്തെ അവകാശം ഒരു തിലാവയുടെ, തിലാവത്തുൽ ലഫ്ദ്. രണ്ടാമത് വരുന്നത് തിലാവത്തുൽ മഅന. മഅന, മീം ഐൻ നൂൻ. ഓക്കെ, മഅന എന്താണ്? വാക്കുകളുടെ തിലാവ, അർത്ഥം അറിയാം. ഓക്കെ, ഓരോ വാക്കുകളുടെയും അർത്ഥം അറിയാന്നുള്ളത് ഹഖ തിലാവത്തിന്റെ ഹക്കില് രണ്ടാമത്തെ കാര്യമാണ്. ഒരാള് ഖുർആൻ ഇങ്ങനെ പരപരാന്ന് പറഞ്ഞിട്ട് ഓതുന്നുണ്ട്, ബൈഹാർട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താ ഓതുന്നത് എന്ന് ഒരു ഐഡിയ ഇല്ലാന്ന് വിചാരിക്കുക. സുബ്ഹാനല്ലാഹ്.
നമ്മളിപ്പം നമ്മളെ മുമ്പൊന്നും ഒരാൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ടെക്സ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ബുക്കൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കുകയാണ്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നു, വാക്കുകൾ കൂട്ടി വായിക്കുന്നു. വായിക്കുന്നത് കാണുമ്പോൾ ആ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ തോന്നും. എന്താ അതിനകത്ത് പറഞ്ഞത്? ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളയാളെ കളിയാക്കൂല. ഈ എന്തിനാ പിന്നെ ഇത്ര വലിയ കുളൂസ് കാണിച്ചതെന്ന് ചോദിക്കില്ലേ? സുബ്ഹാനല്ലാഹ്. അത് ഒരു സാധാരണ ബുക്കിന്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി ഇറക്കിയ ഗ്രന്ഥം നമുക്ക് നല്ല വൃത്തിക്കും ഭംഗിക്കും വായിക്കാനും ഓതാനും അറിയാം. അല്ലെങ്കിൽ നമ്മൾ അത് കുറേ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അറിയൂല എന്നുണ്ടെങ്കിൽ അതിന്റെ ഹഖ് തിലാവത്തുൽ മഅന എന്ന രണ്ടാമത്തെ ഒരു ഹഖ് ഉണ്ട്. അത് കൊടുക്കുന്നതിൽ നിന്ന് മിസ്സാവും. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പലപ്പോഴും അക്കൂട്ടത്തിൽ പെട്ട ആളുകളായിരുന്നു, അല്ലെ? ഇപ്പോഴും സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓതാൻ നല്ല ഭംഗി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പൊതുവെ അതിനൊരു പ്രശ്നം ഇല്ല. ഓതാൻ അറിയാത്തവർ എന്നുള്ളത് വളരെ കുറച്ചേ ആൾക്കാരുള്ളൂ. തജ്വീദൊക്കെ അറിയാത്തവർ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്. അവർ വേറൊരു കാറ്റഗറി ആൾക്കാർ അതിന് ശ്രമിക്കാത്തവരുണ്ടെങ്കിലേ ഉള്ളൂ. ശ്രമിക്കുന്നവർ തന്നെയാണ് മെജോറിറ്റി ആളുകളും. നമുക്ക് നല്ല ഭംഗിയായിട്ടും അക്ഷരങ്ങളും മഖ്റജുകളും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് തിലാവത്തുൽ മഅന എന്നുള്ള ആ ഒരു അവകാശത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹഖ തിലാവത്തിഹിൽ പെടുന്ന ആളുകളല്ല, അല്ലെ? നമുക്ക് അർത്ഥം പലപ്പോഴും അറിയാറില്ല. അപ്പം ഹഖ തിലാവത്തിഹി എന്ന് പറയുമ്പോൾ ഒരാൾ ഓതുമ്പം അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഓതല്, അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഓതല്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഓതുക എന്നുള്ളത് തന്നെ നമുക്ക് അതിന്റെ റൂൾസും മഹ്റജും കാര്യങ്ങളും ഒക്കെ പ്രത്യേകം എടുത്ത് ഓർത്തിട്ടില്ലെങ്കിലും അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ വരും. എന്നാലും നമ്മൾ അത് ശ്രദ്ധിക്കണം, അല്ലെ? അതിന്റെ കൂടെ അതിന്റെ അർത്ഥം ഓർക്കണം. അതിന്റെ കൂടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, എന്താണ് ഞാൻ വായിക്കുന്നത് എന്ന്. അർത്ഥം ഇങ്ങനെ വാക്കർത്ഥങ്ങൾ ബൈഹാർട്ട് പഠിച്ചത് ഓർത്ത് വെക്കാനല്ല പറയുന്നത്. അതിലെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ട് വേണം ഓതാൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് നമുക്ക് ഇത് നമ്മളുടെ ഭാഷയല്ല, നമ്മുടെ നേറ്റീവ് ഭാഷയല്ല, അല്ലെ? നമ്മുടെ നേറ്റീവ് ഭാഷ മലയാളമാണ്. അറബികൾ ഒരു പക്ഷേ എത്ര 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടൊക്കെ ഒരു ഹതം തീർക്കുന്നവരായിരിക്കും. അവർക്ക് പറ്റും. നമുക്ക് നമ്മുടെ മലയാള ഭാഷ അത്ര സ്പീഡിൽ പറഞ്ഞാലും നമുക്ക് കാര്യം ഉൾക്കൊള്ളും, അല്ലേ? കാരണം അതിന് വേറൊരു ചിന്തയുടെ ആവശ്യം നമുക്കില്ല. അത് നമ്മുടെ ബ്ലഡിലുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കാര്യങ്ങൾ. എന്നാൽ നമ്മളുടേതല്ലാത്തൊരു ഭാഷയിലാണ് നമ്മൾ അർത്ഥം ആലോചിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഓത്തുകൾ സമയം എടുക്കും, അല്ലെ? എടുക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളുടെ തിലാവത്ത് എത്രത്തോളം ഹക്ക് കൊടുത്തിട്ടുള്ള തിലാവത്താണ്? ഖുർആന്റെ തിലാവത്തിന്റെ ഹക്കുകൾ നമ്മൾ എത്രത്തോളം കൊടുത്തിട്ടുള്ള ആളുകളാണ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള തിലാവ, അല്ലെ? അർത്ഥം മനസ്സിലാക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അതാണ് എന്ത്? തഫ്സീർ, അല്ലെ? നമ്മളെ ഖുർആനിൽ ഒരു ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവുക എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കലാണ്. അപ്പൊ തഫ്സീർ മനസ്സിലാക്കലാണ്. അതുകൊണ്ടാണ് നമ്മളില്ലേ നമ്മുടെ എക്സാം ഇടുമ്പം തഫ്സീർ എന്നുള്ള ഭാഗത്തിന് അത്ര ഇമ്പോർട്ടൻസ്. കാരണം പല കാര്യങ്ങളും നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ ചിന്തയിൽ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മുന്നേ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തഫ്സീർ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ അതിന്റെ അടുത്ത ലെവലിൽ തദബ്ബുറിലേക്ക്, ചിന്തയിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്താണ്? തിലാവത്തുൽ ലഫ്ദ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ തിലാവത്തുൽ മഅന, അർത്ഥം മനസ്സിലാക്കുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഈ കാര്യം തഫ്സീറിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് തഫ്സീറുകൾ ഉണ്ട്. ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാത്ത ഇഷ്ടംപോലെ തഫ്സീറുകൾ അന്നും ഇന്നും ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ഒരു കറക്റ്റ് തഫ്സീർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരണമൊന്നും ഇല്ലാതെ പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ച് എഴുതപ്പെട്ടിട്ടുള്ള തഫ്സീർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമയത്തിലെ സഹാബിമാരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓരോ ആയത്തുകൾ വരുമ്പം ഇത് ഇന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് റീസൺ ഉണ്ടാവും, അത് ഇറങ്ങാനുള്ള കാരണം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഹദീസുകളുടെ റെഫറൻസ് ഉപയോഗിച്ചിട്ടുള്ള തഫ്സീർ. പ്ലസ് നമുക്ക് ഏതൊരു കാര്യവും എന്തൊരു ടെക്സ്റ്റും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ കീ എന്താ? ആ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയണം, അല്ലെ? എന്തൊരു ടെക്സ്റ്റും ഏതൊരു ഭാഷയിലുള്ള ഏതൊരു ബുക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആ ഭാഷയിൽ, അത് എഴുതപ്പെട്ടിട്ടുള്ള ഭാഷയിൽ
വാക്കർത്ഥങ്ങൾ നമുക്കറിയണം. എന്നിട്ട് ആ വാക്കുകൾ ഒന്നിച്ച് വെച്ചിട്ട് ആ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് അറിയണം അല്ലെ. എന്നിട്ട് ആ മൊത്തത്തിൽ ആ ഒരു സെന്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം അതാണ് രണ്ടാമത്തെ കീ. കറക്റ്റ് തഫ്സീർ ആവാൻ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ വിശദീകരിച്ചു വെച്ചിട്ടുള്ളത്, സ്വഹാബിമാർ എങ്ങനെയാണോ അതിനെ വിശദീകരിച്ചു വെച്ചിട്ടുള്ളത്, അതിനുള്ള റെഫറൻസ് ഉള്ള സ്വഹീഹായ ഹദീസുകൾ വെച്ച് വിശദീകരിച്ചിട്ടുള്ള തഫ്സീർ. കാരണം ചില തഫ്സീറുകൾ പല വെറൈറ്റി തഫ്സീറുകളുണ്ട്. ലിംഗ്വിസ്റ്റിക് തഫ്സീറുകളുണ്ട്, അതായത് ഭാഷ മാത്രം ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ള തഫ്സീറുകളുണ്ട്. ഹദീസുകൾ മാത്രം ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ള തഫ്സീറുകളുണ്ട്. ഇനി ഖുർആൻ ഉപയോഗിച്ച് വിശദീകരിച്ച തഫ്സീറുകളുണ്ട്. പല രീതിയിലുള്ള തഫ്സീറുകളുണ്ട്. ഓക്കെ, അഭിപ്രായം വെച്ചിട്ടുള്ള തഫ്സീറുകളുണ്ട്. അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വെച്ച് മാത്രം എഴുതിയിട്ടുള്ള തഫ്സീറുകളുണ്ട്. അപ്പോൾ തഫ്സീറുകൾ വെറൈറ്റികളുണ്ട്. അപ്പം ഏറ്റവും കറക്റ്റ് എന്ന് പറയണമെങ്കിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്ത പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ച് വിശദീകരിക്കപ്പെട്ട തഫ്സീർ. രണ്ട്, ഭാഷ. ഓക്കെ, ഭാഷയിൽ വാക്കുകളുടെ അർത്ഥങ്ങൾ കൂട്ടിവെച്ച് ഒരു സെന്റൻസിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. കാരണം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അറബിയിലാണ് ഇറക്കിയിട്ടുള്ളത് അല്ലെ. ലിസാനിൻ അറബിയൻ മുബീൻ, ക്ലിയർ ആയിട്ടുള്ള അറബി ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. അപ്പം അറബീന്റെ ടെക്സ്റ്റ് വെച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് തഫ്സീറിന്റെ രണ്ടാമത്തെ ഒരു കീ. മൂന്നാമത്തെ കീ എന്ന് പറയുന്നത് ഖുർആന്റെ തന്നെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ച് ഖുർആനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഖുർആനിൽ വേറെ എവിടെയെങ്കിലും ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ ആ ആയത്ത് വെച്ചിട്ട് ഈ ആയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ വലിയൊരു ഇതെന്താന്ന് വെച്ചാൽ ഖുർആനിൽ എവിടെയും കോൺട്രഡിക്ഷൻ ഉണ്ടാവില്ല. അതായത് ഇവിടെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പം ഖുർആനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ, പുറത്തുനിന്ന് ഖുർആനെതിരെ സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും ഖുർആനിൽ ഇങ്ങനെ എടുത്തു പറയാറുണ്ട്, ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതിനൊക്കെ അതീതമാണ് അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമാണത്. അപ്പം ഖുർആന്റെ തന്നെ ഒരു ഭാഗത്തിനെ വേറൊരു ഭാഗത്തെ വെച്ച് വിശദീകരിക്കുക എന്ന് പറയുന്നത് ഖുർആനിൽ ഒരിക്കലും കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് കൂടെ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ മൂന്ന് കീസ് വെച്ചിട്ടുള്ള തഫ്സീറുകളാണ് ഏറ്റവും കറക്റ്റ് എന്ന് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വെച്ചിട്ട് വാക്കർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും വെച്ചിട്ട് പ്ലസ് ഖുർആന്റെ ചില ഭാഗങ്ങളെ വേറെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഹഖ തിലാവത്തിഹി നമ്മൾ പറഞ്ഞു, തിലാവത്തുൽ ലഫ്ദ് വാക്കുകളുടെ തിലാവ, തിലാവത്തുൽ മഅന അർത്ഥങ്ങളുടെ തിലാവ. മൂന്നാമത്തത് തിലാവത്തുൽ ഹുക്മ. ഓക്കെ, ഹുക്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൽപ്പന, കമാൻഡ്സ് അല്ലെ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ എന്ത് കൽപ്പന നമ്മൾ വായിച്ചോ അതിനെ ഇത്തിബാ ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ എന്താണോ പഠിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മളെ ഖുർആനിൽ പഠിപ്പിച്ചത് അതിനകത്തൊരു ആക്ഷൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതിന് അതേപടി ഫോളോ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് റീഡിങ് അല്ലെ, തിലാവ വായിക്കുക, വാക്കുകൾ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുക. സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലാക്കാൻ പറ്റുക. തേർഡ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ച കാര്യം പ്രായോഗികമാക്കാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഖുർആനിൽ വഅഖീമുസ് സ്വലാത്ത് വആതു സക്കാത്ത് വർഖഉ മഅ റാക്കിഈൻ അല്ലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, അതുപോലെയുള്ള കൽപ്പനകൾ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് എന്ത് കൽപ്പന പറഞ്ഞോ, എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആക്ഷൻ ആക്കി മാറ്റണം, നമ്മൾ പ്രവൃത്തിയിലേക്ക് അത് കൊണ്ടുവരണം. അതാണ് തിലാവത്തുൽ ഹുക്മ അല്ലെങ്കിൽ ഇത്തിബാ ചെയ്യാന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെ ഫോളോ ചെയ്യുക. ഈ ഇത്തിബാ എങ്ങനെയാന്ന് വെച്ചാൽ 3 രീതിയിലാണ് ഇത്തിബാ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ ചെയ്യാം. 2, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ന്യൂസുകൾ, ഒരുപാട് ഖബറുകൾ ഖുർആനിൽ കൊണ്ടുവരുന്നുണ്ട്, അതിനകത്തൊക്കെ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. അതായത് പരലോകം, യൗമുൽ ഖിയാമ അല്ലെ, ഇതൊന്നും നമ്മൾ കാണാത്ത കാര്യങ്ങൾ, അതായത് ഈമാൻ വേണ്ട കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കുകയും അതിന്റെ സത്യത്തിനെ സത്യപ്പെടുത്തുകയും ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് ഇത്തിബാ, അതായത് ഫോളോ ചെയ്യാന്നുള്ളതിൽ വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഓതി അങ്ങ് പേജും സത്തവും തീർക്കലല്ല ഹഖ തിലാവ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യുഅ്മിനൂന ബിഹിൽ പെടുന്നുമില്ല അല്ലെ. നമ്മളുടെ തിലാവത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഹഖകൾ കൊടുത്തിട്ടുള്ള തിലാവ അല്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവര് അതിനകത്ത് വിശ്വസിക്കുന്ന ആളുകളാണ്. ഹഖ തിലാവ കൊടുത്തുകൊണ്ട് യത്ലൂനഹു, അതിനെ ഓതുന്ന ആളുകൾ എന്താണ് അതിൽ ശരിയായ രീതിയിൽ
വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. തിലാവത്തുൽ ലഫ്ദ്, തിലാവത്തുൽ മഅന, തിലാവത്തുൽ ഹുക്മ അല്ലെ. തിലാവത്തുൽ ഹുക്മില് തന്നെ എങ്ങനെ മനസ്സിലാക്കണം? തിലാവത്തുൽ ഹുക്മ എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ വരുമ്പോൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, പ്ലസ് ഈമാൻ വേണ്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ന്യൂസുകൾ അതിൽ വിശ്വസിക്കുക, അതിനെ സത്യപ്പെടുത്തുക. ഇത്രയും ചെയ്യുമ്പോഴാണ് എന്താണ് തിലാവത്തിന്റെ ഹക്ക് കൊടുക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, നാം അവർക്ക് ഗ്രന്ഥം നൽകി, യത്ലൂനഹു ഹഖ തിലാവതിഹി, അവരതിനെ ഓതേണ്ട പ്രകാരം ഓതി. ഒരുപക്ഷെ ഈ ഒരു ആയത്ത് നമ്മൾ ഇത്രയെങ്കിലും എത്തുന്നതിന് മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ സിമ്പിൾ അല്ലേ അല്ലേ, നമ്മളൊക്കെ ഭയങ്കര ഓതേണ്ട പ്രകാരം ഓതുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം തിലാവത്തുൽ ലഫ്ദ്, തിലാവത്തുൽ മഅന, തിലാവത്തുൽ ഹുക്മ, അത്രയും അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് തിലാവ നടത്തുന്ന ആളുകളാണ് ഖുർആൻ റെസിറ്റേഷന്റെ, ഖുർആന്റെ തിലാവയുടെ ഹക്ക് കൊടുത്ത ആൾക്കാര്. അവരെന്താണ്? ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കുന്നവര്. അവരുടെ വിശ്വാസമാണ് ആ ഗ്രന്ഥത്തിൽ ശരിയായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ, നമ്മൾ ഉൾപ്പെടെ അല്ലെ, ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞവരാണ്. സുബ്ഹാനല്ലാഹ്. ബനു ഇസ്രായേലിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവര് തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത വഹി, അല്ലെങ്കിൽ അവർക്ക് വഹി മൂലം കൊടുത്ത ദൈവികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് തൗറാത്തായിരുന്നു. അവരെങ്ങനെയാ തൗറാത്തിനെ വായിച്ചത്, ഓതിയത്? അവര് എല്ലാ ഹക്കും കൊടുത്തിട്ടാണോ? നമ്മൾ മുമ്പേ കണ്ടു അല്ലെ, യുഹരിഫൂനഹു, അവരതിലെ വാക്കുകളെ മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. അവരതിലെ വാക്കുകളെ മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന്റെ അർത്ഥങ്ങളെ മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരതിനെ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഒരുപാട് ആയത്തുകൾ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അവര് തിലാവത്തുൽ ലഫ്ദും തിലാവത്തുൽ മഅനയും തിലാവത്തുൽ ഹുക്മും കൊടുക്കാതെയുള്ള, ഹക്ക് കൊടുക്കാതെയുള്ള തിലാവയാണ് കൊടുത്തത്. അപ്പൊ അവരതില് വിശ്വസിക്കുന്ന ആൾക്കാരല്ല. സുബ്ഹാനല്ലാഹ്. അവരങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഞങ്ങൾ തൗറാത്തിന്റെ ആൾക്കാരാണെന്ന് അവകാശപ്പെട്ടെങ്കിൽ പോലും അവര് യഥാർത്ഥത്തിൽ അതില് വിശ്വാസികളായിരുന്നില്ല. അപ്പം ആക്ച്വൽ വിശ്വാസികൾ എന്ന് പറയുന്നത് അതെങ്ങനെ പാരായണം ചെയ്യണോ അങ്ങനെ പാരായണം ചെയ്യുന്നവരാണ്. ഇവൻ നമ്മൾ മുസ്ലിങ്ങളും അല്ലെ, നമ്മൾ ഖുർആനെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഖുർആനിൽ ഭയങ്കര ഈ വിശ്വാസമുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഓത്തിന്റെ കാര്യത്തില് അത്രക്കൊന്നും ഓതാനൊന്നും കഴിയുന്നില്ല അല്ലെ. ആ കാര്യത്തിൽ നമ്മൾ ഇത്തിരി കെയർലെസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇതെത്ര ഇതിലിപ്പോ എന്താ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ച് ഒഴിവാക്കിയതാണ് അല്ലെ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആൻഡ് അതിനെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പലരും പറയുന്ന കേൾക്കാറുണ്ട് അങ്ങനെ എല്ലാം ഒന്നും ഇപ്പൊ ചെയ്യാനൊന്നും പറ്റൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനകത്ത് വിശ്വസിക്കുന്നു എന്നും അതിനോടൊരു ഖുർആനോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. നമ്മളുടെ ഈമാൻ ഡെഫിഷ്യന്റ് ആണ്, ഈമാനിൽ കുറവുണ്ട്, ഈമാൻ കംപ്ലീറ്റ് അല്ല, അതിനെന്തോ ഒരു കുഴപ്പം ഉണ്ട് നമ്മളുടെ ഈമാന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 തിലാവ എന്ന് പറയുമ്പോൾ 3 തരത്തില് 3 സ്റ്റെപ്പായിട്ടുണ്ടെന്ന് അല്ലേ. അപ്പം ഏത് ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്? തിലാവത്തുൽ ലഫ്ദ്, തിലാവത്തുൽ മഅന, തിലാവത്തുൽ ഹുക്മ. എപ്പോഴും ഏതൊരു കാര്യവും നമ്മൾ എന്താണ് അതിന് ഒരു കാര്യത്തിന് ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു എന്താ പറയാ, ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കത് മനസ്സിലാവണം അല്ലെ. അപ്പൊ തിലാവത്തുൽ മഅന ഉണ്ടെങ്കിലേ തിലാവത്തുൽ ഹുക്മ പറ്റുള്ളൂ. അതുപോലെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം അതിനെ വായിക്കാൻ പഠിക്കണം. അപ്പം തിലാവത്തുൽ ലഫ്ളാണ് ഫസ്റ്റ്. ആദ്യം ലഫ്ള്, വാക്കുകൾ വായിക്കാൻ പഠിക്കുക, ഓതാൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതിനുശേഷം അർത്ഥങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ഹുക്കുമുകളിലേക്ക് പോവുക, നമ്മുടെ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരാം. പക്ഷെ ഒരാൾ പറയാണ് എനിക്ക് ഖുർആൻ ഓതാൻ അറിയൂല, അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇല്ലല്ലോ, തിലാവത്തുൽ ലഫ്ളിൽ ഞാൻ എത്തില്ല, അതുകൊണ്ട് ഞാൻ അതിന്റെ തഫ്സീർ ഒന്നും പഠിക്കാൻ നിൽക്കില്ല, ആദ്യം അതല്ലേ പഠിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഫുള്ള് തജ്വീദൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് തഫ്സീർ പഠിക്കാം, എന്നിട്ട് ഞാൻ അർത്ഥത്തിന്റെ കാര്യം ചിന്തിക്കുന്നുള്ളൂ, തജ്വീദൊക്കെ കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ തഫ്സീർ ഒന്നും ഇന്ന് വരെ എനിക്ക് ഖുർആനത്തെ മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ആക്ഷൻസ് ഒന്നും ചെയ്യാൻ പോണില്ല. മനസ്സിലായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയപ്പോ ഞാൻ ചെയ്യാ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ മേലെ പറഞ്ഞത് അതിന്റെ ഒരു ഐഡിയൽ വഴിയാണ്, മാതൃകാപരമായ വഴി. നമ്മളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിന്റെ പല ഫേസുകളിൽ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ പഠിച്ചെത്തിയവരായിരിക്കും അല്ലെ. ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് അറിയില്ലായിരുന്നു.
പക്ഷെ അത് ഒരു മാതൃകാപരമായ രീതിയാണ്. ആദ്യം ലഫ്ള്, വാക്കുകള്, മഖ്റജ്, തജ്വീദ് കറക്റ്റ് ആക്കുക, പിന്നെ മാനയിലേക്ക് വരാ, പിന്നെ ഹുക്കുമിലേക്ക് വരാ എന്നുള്ളത് അതിന്റെ മാതൃകാപരമായ രീതിയാണ്. പക്ഷെ ഇത് മൂന്നും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം ആദ്യത്തെ കാര്യത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, ചാൻസ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തതിനാണ്, അതായത് ലഫ്ള്, തിലാവത്തുൽ ലഫ്ളിന് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ കിട്ടിയത് തിലാവത്തുൽ മാനാക്കാണ്. അത് ക്യാച്ച് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുമ്പിൽ എന്താണോ കൊണ്ടുവന്ന് തരുന്നത് നമ്മൾ അന്വേഷിച്ച് പോവുക. അത് വേറെ കാര്യം. നമുക്കത് മനസ്സിലായതിനു ശേഷം നമ്മൾ അന്വേഷിച്ച് പോവുക. നമുക്ക് ഏതാണോ നമ്മളുടെ കൺമുമ്പിൽ വരുന്നത് അതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക, അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷെ മനസ്സിൽ വെക്കുക, ഇത് മൂന്നും നിർബന്ധമാണ്. ഇത് മൂന്നും, അതായത് തിലാവത്തുൽ ലഫ്ള്, വാക്കുകൾ ഓതലും അർത്ഥങ്ങൾ മനസ്സിലാക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരലും ഹഖ് തിലാവത്തിന്റെ ഭാഗം ആണ്. ഓക്കെ. അപ്പൊ ഒന്നും അറിയൂല, ഫസ്റ്റ് അറിയില്ല എന്നാ പിന്നെ ഞാൻ സെക്കൻഡിലേക്ക് പോകണില്ല, അല്ലെങ്കിൽ സെക്കൻഡ് അറിയില്ല എന്നാ ഞാൻ തേർഡിലേക്ക് പോകണില്ല എന്ന് പറയാൻ വകുപ്പില്ല. കാരണം ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നമ്മള് അർത്ഥം അറിയാം. ഇപ്പൊ ഇനി ഞാൻ അർത്ഥമൊക്കെ പഠിച്ചു കഴിഞ്ഞ, അതുകൊണ്ട് ഇനി എനിക്ക് ഓതേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റൂല. ഓത്ത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോ ഓൾറെഡി ഖുർആനിലെ നിയമങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോ എന്തിനാ ഞാൻ അർത്ഥം പഠിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റൂല. നമ്മൾക്ക് ഇത് മൂന്നും നമുക്ക് നിർബന്ധമാണ്. എങ്കിലേ നമ്മൾ എന്താവുന്നുള്ളൂ, യുഅ്മിനൂന ബിഹി, അതിൽ വിശ്വസിക്കുന്നവരാവുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇത് മൂന്നും ചെയ്യല് നിർബന്ധമാണ്. അപ്പോഴേ നമ്മള് ഉലൈക യുഅ്മിനൂന ബിഹിൽ പെടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയുന്നു തുടർന്ന്, വമൻ യക്ഫുർ ബിഹി, ആര് അതിനെ അവിശ്വസിക്കുന്നുവോ. യക്ഫുർ, കുഫർ അല്ലെ, കാഫ് ഫ റ, അതിനെ നിഷേധിക്കുക, ഡിസ്ബിലീവ് ചെയ്യുക, അതിനകത്ത് ഖുർആനില് വിശ്വസിക്കാതിരിക്കുക, അതിനെ ഫോളോ ചെയ്യാതിരിക്കുക, അതിനെ തിലാവ നടത്താതിരിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കാതിരിക്കുക. മുമ്പൊക്കെ കുഫ്ർ, യക്ഫുർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ കുറിച്ചേ അല്ലാത്തൊരു കാര്യമായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അതെന്താണ്, അതിന്റെ ഹഖ് തിലാവത്ത് കൊടുക്കാത്ത ആളുകളെയാണ് നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞത്. ഹഖ് തിലാവത്ത് കൊടുക്കാത്ത ആൾക്കാര്, ഖുർആൻ ഓതാത്ത ആൾക്കാര്, ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാര്, ഖുർആൻ മനസ്സിലാക്കിയത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത ആൾക്കാര്, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് തന്നെയാണ് നഷ്ടം പറ്റിയവർ. സുബ്ഹാനല്ലാഹ്. എന്തൊരു ചെറിയ ആയത്താണ് അല്ലേ, എത്രയും നമ്മളെ പിടിച്ചു കുലുക്കേണ്ടത് ഈ ആയത്ത്. സുബ്ഹാനല്ലാഹ്. അവര് തന്നെയാണ് നഷ്ടം പറ്റിയവർ. ഖാസിർ പ്ലൂരല് ഖാസിറൂൻ, ഖാ സീൻ റ. ഖാസിർ, ഖുസ്റാൻ എന്ന് വെച്ചാൽ നഷ്ടം സംഭവിക്കുക. റിബ്ഹ് നമുക്കറിയാം അല്ലെ, റബിഹത്ത് തിജാറത്തുഹും നമ്മൾ കണ്ടിട്ടുണ്ട്. റിബ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക, ഖുസ്റാൻ എന്ന് വെച്ചാൽ നഷ്ടം അനുഭവിക്കുക. അപ്പൊ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് നഷ്ടക്കാരിൽപ്പെട്ട, അവർക്ക് പ്രതിഫലമേ ഉണ്ടാവില്ല എന്ന് മാത്രല്ല, അവര് നഷ്ടക്കാരിൽപ്പെട്ട ആളുകൾ ആയി മാറും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്ത, അല്ല ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരുപാട് ലെസൺസ് ഉള്ള ഒരു ആയത്താണിത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നമ്മളുടെ മേലുള്ള എന്താ പറയാ, അള്ളാഹ് തന്ന ഫേവർ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം ഖുർആൻ തരാന്ന് പറഞ്ഞത് തന്നെ വല്ലാത്തൊരു ഫേവർ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നത്. അതിലേക്ക് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പോവാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖുർആൻ തന്നിട്ട് നമ്മളങ്ങ് വിടുകയല്ല ചെയ്തത്. അത് നിങ്ങൾ അങ്ങ് വെച്ചോ, ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വിടുകയല്ല ചെയ്തത്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഖുർആനിലെ ആയത്തുകളായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ബുക്കിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബുക്കിന്റെ ഹഖ് എന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ, അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഗുണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ നഷ്ടം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഗ്രന്ഥം തന്നതിന്റെ കൂടെ അതെന്താ ചെയ്യണം എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ഈ ഒരു വലിയ ഫേവർ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, ഗ്രന്ഥം തന്ന ആളുകളാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നിഅമത്തുകള് പലർക്കും കൊടുത്തിട്ടുണ്ട്. പലർക്കും നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പലരുടെയും നിഅമത്തുകൾ കണ്ട് നെടുവീർപ്പിടാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പലർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹു എല്ലാവർക്കും ഈ ഗ്രന്ഥം ഖുർആൻ എന്ന നിഅമത്ത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥം എന്ന നിഅമത്ത് അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ടില്ല അല്ലെ. നമ്മുടെ ചുറ്റുപാട് എത്ര ആളുകളുണ്ട്, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ആയിട്ടുള്ളത്. ആർക്കൊക്കെ ഖുർആനുമായിട്ടുള്ള പരിചയമുണ്ട്. സുബ്ഹാനല്ലാഹ്.
ഖുർആൻ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരല്ലേ, ഖുർആനിലെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത ആൾക്കാര്, ഖുർആനിൽ നിന്ന് ലെസൺസ് മനസ്സിലാക്കി അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിന് ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുത്താൻ പറ്റാത്ത ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ലെസൺസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പം അത് പരലോകത്തേക്ക് മാത്രമുള്ള ഇംപ്രൂവ്മെന്റ് അല്ലല്ലേ, ഇഹലോകത്ത് തന്നെ നമ്മളെ ജീവിതത്തിൽ എന്തൊരു ചേഞ്ചാ, എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം, എന്തൊരു ലക്ഷ്യബോധം അല്ലെ. നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനുള്ള ഭാഗ്യമില്ലാത്ത ആളുകൾ എത്രയാ നമ്മുടെ ചുറ്റുപാടും അല്ലെ. എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? അപ്പം ഇത് കിട്ടിയവര്, ഈ ഭാഗ്യം കിട്ടിയവർ ഇത് ഭയങ്കര വലിയൊരു ഫേവർ ആണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിൽ നിന്നുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ആര് തന്നു കഴിഞ്ഞാലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള ഗിഫ്റ്റ് ആണ്. കാരണം അള്ളാഹിനെക്കാളും വലുതായിട്ട് ഗിഫ്റ്റ് തരാൻ പറ്റിയ ഒരാളില്ല. അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ആ ഏറ്റവും വലിയ ഗിഫ്റ്റിൽ പോലും നമുക്ക് കിട്ടേണ്ടതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അതിൽ നിന്ന് ലെസൺസ് ഉൾക്കൊണ്ടിട്ട് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുഴപ്പമില്ല, ഇതൊക്കെ എന്തെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയോ അല്ലെ. നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ തുറന്നു നോക്കൂ അല്ലെ. പലപ്പോഴും ഇപ്പൊ നമ്മള് ഒരു ഫംഗ്ഷനൊക്കെ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാല് അത് ആൾക്കാർ പോയിട്ട് തുറന്നു നോക്കാനുള്ള ക്ഷമയൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവൂല. നമ്മൾ അതിനെ മെല്ലെ ഒന്ന് കുലുക്കി നോക്കും, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് പൊളിച്ചിട്ട് എന്താന്ന് അറിയാൻ ശ്രമിച്ചു നോക്കും, അല്ലെങ്കിൽ ചോദിക്കും എന്താ ഇതിനകത്ത് എന്താന്നൊക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആൾക്കാർക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള അത് ഗുണമില്ലാത്തൊരു സാധനമാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നോക്കുക പോലും ഇല്ല. ചിലപ്പോൾ ചില ഗിഫ്റ്റുകൾ ഉണ്ടാവും മാസങ്ങളോളം പൊളിക്കാത്തത്. ആ ഗിഫ്റ്റ് കിട്ടാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്യും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ലദീന ആതീനാഹുമുൽ കിതാബ്, എന്നിട്ട് നമ്മൾ അതിനെ വാല്യൂ ചെയ്യുന്നുണ്ടോ? നമ്മൾ വാല്യൂ ചെയ്തേ മതിയാവും അല്ലെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല തന്ന് ആതീനാഹുമുൽ കിതാബ്, ഗ്രന്ഥം തന്ന് എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയ നമ്മൾ അത് സ്വീകരിച്ചിട്ടുണ്ടാവണം എന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഗ്രന്ഥം ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തൊരു കാര്യവും നമ്മൾ കൊടുക്കുമ്പം അതിന് ടു വേ ആക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഒരു പാർസൽ, ഒരു കൊറിയർ നമുക്ക് വരാന്ന് വെച്ചോ, അവര് നമ്മുടെ അഡ്രസ് ഒക്കെ കറക്റ്റ് എഴുതി പാക്ക് ചെയ്ത് കൊറിയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളടുത്ത് എത്തുമ്പോൾ നമ്മൾ അതിനെ റിസീവ് ചെയ്യണം അല്ലെ. ഒന്നുകിൽ നമ്മൾ വീട്ടിലുണ്ടായിരിക്കണം അത് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മടങ്ങിപ്പോകും. ഇനി അവര് ചിലപ്പോൾ പറയില്ല ഞങ്ങളുടെ ഓഫീസിലുണ്ട് നിങ്ങൾ വന്ന് കളക്ട് ചെയ്തോന്ന്. അവിടെ പോയി നമ്മൾ അതിനെ കളക്ട് ചെയ്യണം. അതാണ് നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഡ്യൂട്ടി. ഗിഫ്റ്റ് തരുന്നവന്റെ ഡ്യൂട്ടി പാക്ക് ചെയ്യുക, കൊടുത്തയക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷെ റിസീവ് ചെയ്യുന്നവൻ അതിനെ പോയി റിസീവ് ചെയ്യുക തന്നെ വേണം. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഗ്രന്ഥം അയച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും അതിനെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തവരാണോ? അല്ല. എല്ലാ ആളുകളും അതിനെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അന്ന് ഇത് പറഞ്ഞു വെച്ചത്. അല്ലദീന ആതീനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. അതിന്റെ ഹക്ക് കൊടുക്കാത്ത ആളുകള് ആ ഗ്രന്ഥത്തിനെ സ്വീകരിച്ചിട്ടില്ല. കാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുമല്ലോ അല്ലെ. അപ്പം വിശ്വസിച്ചിട്ടില്ല. ഒരാള് ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഓതുന്നുമില്ല, അതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഇഗ്നോർ ചെയ്യുന്ന എന്ന് വിചാരിക്കാം. ഓതൂല, മനസ്സിലാക്കാൻ ഭയങ്കര കാര്യമായിട്ട് ബുക്കുകളൊക്കെ വായിച്ചിട്ട് ക്ലാസ് കേട്ടിട്ടൊക്കെ മനസ്സിലാക്കും, പക്ഷെ ഓതൂല ജമ്മത്ത്. അല്ലെങ്കിൽ ഓതും പക്ഷെ അതിൽ കൂടുതലൊന്നും ഇതിങ്ങനെ വലിങ്ങനെ മനസ്സിലാക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ ഇതെല്ലാം ഒന്നും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ആളുകളുണ്ട്. ഇവരൊന്നും അള്ളാഹു കൊടുത്ത ഗിഫ്റ്റിനെ റിസീവ് ചെയ്ത ആളുകളല്ല. ആരാ റിസീവ് ചെയ്തത്? അതിനെ ഓതേണ്ട രീതിയിൽ ഓതുന്നവര്, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നവര്, അതിനനുസരിച്ച് ജീവിക്കുന്നവര്. അപ്പൊ നമുക്ക് ഗ്രന്ഥമുണ്ട്, നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു അഹങ്കാരവും നമുക്ക് വേണ്ട. അത് സഫിഷ്യന്റ് അല്ല. അത് നമ്മുടെ ഈമാനെ കംപ്ലീറ്റ് ആക്കുന്നില്ല.
നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പേരിൽ സന്തോഷിക്കാൻ അർഹതയുള്ളൂ. നമ്മൾ ഖുർആനെ റിസീവ് ചെയ്യേണ്ട രീതിയിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള അർഹതയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളിൽ ഖുർആനിൽ ശരിക്കും ഉള്ള വിശ്വാസം, അതായത് വെറുതെ നാവ് കൊണ്ട് പറയുന്ന വിശ്വാസമല്ല, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച വിശ്വാസം ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ അടയാളങ്ങളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വെറുതെ ഞാൻ ഭയങ്കര മുഅ്മിനാണ്, ഭയങ്കര, ചിലർക്കൊക്കെ പറയുമ്പോൾ രോമാഞ്ചം തന്നെ വരും മുഅ്മിനാണെന്ന് പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മൾ മുഅ്മിനാണോ എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ തെളിയും. സുബ്ഹാനല്ലാഹ്. ചില അടയാളങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു അടയാളം ആണ് എന്ത്? യത്ലൂനഹു ഹഖ തിലാവതിഹി. അവര് അതിന് എല്ലാ ഹക്കും കൊടുത്തുകൊണ്ട് തിലാവ നടത്തും, ഓതും അവര്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാള് യഥാർത്ഥത്തിലുള്ള യത്ലൂനഹു ഹഖ തിലാവതിഹി അല്ലെങ്കിൽ, അതായത് ആ ഗ്രന്ഥത്തിന്റെ എല്ലാ ഹക്കും കൊടുത്തുകൊണ്ടല്ല തിലാവ ചെയ്യുന്നതെങ്കിൽ, അല്ലെ, അതായത് ഓതേണ്ട രീതിയിൽ വാക്കുകൾ ഓതുക, മനസ്സിലാക്കേണ്ട രീതിയിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കുക, കൊണ്ടുവരേണ്ട രീതിയിൽ ആക്ഷൻസ് പ്രവൃത്തിയിൽ കൊണ്ടുവരിക, ഇതല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഈമാൻ കംപ്ലീറ്റ് അല്ല, ആക്സെപ്റ്റബിൾ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈമാൻ ഉണ്ടെന്നും പറഞ്ഞ് വെറുതെ അങ്ങോട്ട് രക്ഷപ്പെടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ചില കണ്ടീഷൻസ് ഒക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പം ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ പേടിയാവും, പക്ഷേ എന്റെ ഒത്ത് ശരിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മുഴുവനൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എവിടെയും നമുക്ക് പെർഫെക്ഷൻ, കംപ്ലീഷൻ എന്നൊക്കെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉള്ളതാണ്. ഓക്കെ, നമ്മൾ അവിടേക്ക് എത്താനുള്ള ശ്രമം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഓത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണോ, ഓതുന്നവരാണോ, അതായത് ഓതല് നിർബന്ധമാണ്, ഓതുന്നവരാണോ, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണോ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണോ, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസ് ഉള്ള മനസ്സോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഫെയിലായ വീണ്ടും 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 ദുആ ചെയ്ത് വീണ്ടും ശ്രമിക്കുന്നവരാണോ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈമാൻ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആസ് ലോങ് ആസ് നമ്മൾ ഈ പാതയിലാണെങ്കിൽ, ഇതിനു വേണ്ടി നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റെപ്പിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അത് ആലോചിച്ച് ആരും ബേജാറായിട്ട് ഈ പരിപാടി നിർത്തി പോകണ്ട. ഓക്കെ, ഞാൻ അവിടെ എത്തിയില്ലല്ലോ, എന്റെ ഓത്ത് പെർഫെക്റ്റ് അല്ലല്ലോ, ഞാൻ ഓതുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അർത്ഥം ആക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ഞാൻ ഫോളോ ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും നിരാശപ്പെടണ്ട. നമ്മൾ ഒരു പക്ഷെ തുടങ്ങിയവരായിരിക്കാം, ഒരുപക്ഷെ ഒരുപാട് മുന്നോട്ട് എത്തിയവരായിരിക്കാം. അപ്പം നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രവർത്തനത്തിന്, ഈ കാര്യത്തിന് അധിഷ്ഠിതമാണ്. ഇത് 3 ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈമാൻ വീക്കാണെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞതിന് തന്നെ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ കലാമിനെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ ഓതുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ കലാമിനെ പിന്തുടരാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ 3-ൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവന്റെ ഈമാന് എന്തോ കുഴപ്പമുണ്ട്. എന്തായാലും അവന്റെ ഈമാൻ ഇത് 3 ചെയ്യുന്ന ആളുടെ ഈമാൻ പോലെ ആവില്ല. അത് തമ്മിൽ നല്ല ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ തന്നെ സൂറത്തുൽ ഫാത്തിഹയും ബഖറയും ഈ രീതിയിൽ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ഖുർആൻ നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു ഫാത്തിഹയൊക്കെ, അല്ലെ. അപ്പോഴത്തെ നിസ്കാരങ്ങൾ, അല്ലെങ്കിൽ അപ്പോഴത്തെ നമുക്ക് കിട്ടുന്ന ഒരു ഖുശൂ, അല്ലെങ്കിൽ അപ്പോഴത്തെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്, ചിന്തകൾ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഈവൻ നമ്മുടെ ജീവിതം പോലും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു, അല്ലെ. ഭയങ്കര ഡിഫറെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഈമാനിലും വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ആ ബുക്കിന്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥത്തിനെ ഓതേണ്ട രീതിയിൽ ഓതുകയും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുടെ ഈമാനും അതിലേതെങ്കിലും ഒന്നിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നവരുടെ ഈമാനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആൾക്കാർ എൻ്റെ ഈമാൻ ഭയങ്കര ലോ ആയി പോയി, ഞാൻ ആകെ ഡൗൺ ആണ്, എനിക്ക് ഈമാൻ ഇൻക്രീസ് ചെയ്യണം, എൻ്റെ വിശ്വാസം നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് വരുമ്പം അവരെങ്ങനെയാ അത് ശരിയാക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ ഓതുക, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ആക്ഷൻസ് ഫോളോ ചെയ്യുക, അള്ളാഹു പറഞ്ഞ ഹുക്കുമുകൾ അനുസരിക്കാൻ ശ്രമിക്കുക, അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക. അപ്പൊ നമ്മുടെ ഈമാൻ തന്നാലെ മാറിക്കോളും. ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്, അല്ലെ.
ഖുറാൻ കുറച്ച് ദിവസം ഇതുമായിട്ട് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ സാധനം കുത്തനെ താഴോട്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈമാൻ കുത്തനെ താഴോട്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓതിയിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അത് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആയിരിക്കാം. മറ്റൊരു ലെസൺ എന്ന് പറയുന്നത് ഇതിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അവസാനത്തെ കാര്യം അല്ലെ, ആര് ഗ്രന്ഥത്തിന് തിലാവത്തിന്റെ ഹക്ക് കൊടുക്കുന്നില്ലയോ അവര് നഷ്ടക്കാരാണ്. നമുക്കറിയാം ഒരു കൂട്ടരെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവര്. അപ്പൊ ഓരോ ലെറ്റർ പാരായണം ചെയ്യുമ്പോഴും എത്രയാണ് 10 പ്രതിഫലം അല്ലെ, സുബ്ഹാനല്ലാഹ്. എന്നാൽ വേറൊരു കൂട്ടര് അതിനെ പാരായണം ചെയ്യാത്ത ആൾക്കാര്, ഓക്കെ, അവരുടെ പ്രതിഫലം എന്താണ്? 0 അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കണ്ടോ, കുഴപ്പമില്ല, പ്രതിഫലം ഇല്ലാന്നല്ലേ ഉള്ളൂ, മറ്റേത് ഓതിയ പ്രതിഫലം ഉണ്ട്, അപ്പൊ നമ്മൾ വേറെ പലതും ചെയ്ത് പ്രതിഫലം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവര് നഷ്ടം സഹിക്കുന്നതാണ്, അവര് നഷ്ടക്കാരിൽപ്പെട്ടവര് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവര് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അതിന്റെ ഹക്ക് കൊടുക്കുന്നില്ല. സ്വഹീഹ് മുസ്ലിമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനകത്ത് പറയുന്നുണ്ട്, വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഹുജ്ജത്താണ്, ആർഗ്യുമെന്റ്, വാദം നടത്തും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖുർആന് അതിന് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഖുർആൻ നമുക്കെതിരെ വാദിക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പ്രതിഫലം ഇല്ല എന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, സ്റ്റാൻഡ് പറ്റൂല. ഖുർആൻ നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്യും യൗമുൽ ഖിയാമയില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അവര് എന്റെ ആളുകൾ എന്റെ ഗ്രന്ഥത്തെ അവർ ഒഴിവാക്കി, അവർ ഖുർആനെ ഒഴിവാക്കി, അവരതിന്റെ ഹക്ക് കൊടുത്തില്ല. അതുകൊണ്ട് അവര് എനിക്ക് കുറച്ചാ പ്രതിഫലമല്ലേ ഉള്ളൂ, ഇല്ലാത്തത് അത് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല, നഷ്ടക്കാരിൽപ്പെട്ടവരായി പോവും, നമുക്കെതിരെ ഖുർആൻ വാദിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വലിയ നഷ്ടത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും അല്ലെ, അത് ഓതാൻ പഠിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അവസരങ്ങളും നമ്മുടെ ചുറ്റുപാടുണ്ട്, അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട്, ആശയങ്ങൾ മനസ്സിലാക്കി ലെസൺസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ടും നഷ്ടക്കാരിൽ പെട്ടു പോകുന്നവരാവുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ഈ ഒരു ആയത്തിനകത്ത് സുബ്ഹാനല്ലാഹ് ഖുർആൻ ഓതുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു ആയത്താണ് അല്ലെ. ഖുർആൻ ഓതലും പഠിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഖുർആൻ പഠിക്കലാണ്. അപ്പം നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനകത്ത് തഫ്സീർ പഠിക്കുന്നു, തദബ്ബുർ പഠിക്കുന്നു, അർത്ഥങ്ങൾ പഠിക്കുന്നു, അത് പഠിക്കലാണ്. ഓതൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മൾ ഇരിക്കുന്നു, ഖുർആൻ മുസ്ഹഫ് തുറന്ന് ഖുർആൻ ഓതാണ്, പാരായണം ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ച ഖുർആൻ ഭാഗങ്ങൾ പാരായണം ചെയ്യലാണ്. അതാണ് ഖുർആൻ ഓത്ത്. ഇത് പഠിക്കൽ വേറെ, ഓതൽ വേറെ. പഠിക്കുന്നുള്ളത് കൊണ്ട് ഓതാതിരിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഹഖ തിലാവത്തിഹി എന്ന് പറയുന്നത് അതിനകത്ത് റെസിറ്റേഷൻ ഉണ്ട് അല്ലെ, ഓത്ത് നിർബന്ധമാണ്, അണ്ടർസ്റ്റാൻഡിങ് നിർബന്ധമാണ്, മനസ്സിലാക്കൽ നിർബന്ധമാണ്, പ്രവർത്തനം നിർബന്ധമാണ്. അപ്പം ഖുർആൻ ഓത്ത് നിർബന്ധമാണ്. കാരണം സുബ്ഹാനല്ലാഹ്, ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിയവര്, ഈ ക്ലാസ്സിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവര്, ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള പാർട്ട് മാഷാഅല്ലാഹ് കറക്റ്റായി വരുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ. നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഖുർആനിൽ എന്താ പറയുന്നതെന്ന്. അതുപോലെ നമ്മുടെ കഴിവിന്റെ പരമാവധി ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ തന്നെയാണെന്ന് എന്റെ വിശ്വാസം. കാരണം നമ്മൾ ആ ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഹിദായത്തുൽ അമൽ അമലിയ നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിദായത്തുൽ അൽമിയയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ നമ്മളെ ദൂരെയാക്കും. അപ്പൊ ശ്രമിക്കുന്നവർക്കേ ഈ ഒരു പാത്തിൽ തുടരാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം മനസ്സിലാക്കലും ജീവിതത്തിൽ കൊണ്ടുവരലും എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ്സിലുള്ളവർ പരമാവധി ശ്രമിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഓത്തിന്റെ കാര്യത്തില് ഇത്തിരി മടി പിടിക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമുക്കിനി ഒരു ഇത്തിരി സമയം ഉണ്ടെങ്കിൽ പോലും നമ്മളിനി വല്ല ന്യൂസ് വായിച്ചോ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഫീഡ്സ് സ്ക്രോൾ ചെയ്തോ, മെയിൽ ചെക്ക് ചെയ്തോ, വാട്സപ്പ് മെസ്സേജിന് റിപ്ലൈ കൊടുത്തോ അല്ലെ, അങ്ങനെ പലതും ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഓതാൻ വേണ്ടി ഇരിക്കാൻ അങ്ങനെ അങ്ങോട്ട് പറ്റാറില്ല. സമയം എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, കുറച്ച് ആൾക്കാരുടെയെങ്കിലും കാര്യം. കാരണം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത വരും. നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഓത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും മടിയാണ്, സമയം ഉണ്ടാവില്ല, ഓതാനിരിക്കുമ്പോൾ ഉറക്കം വരും, ക്ഷീണം വരും, അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയി പോവും. സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലെങ്കിൽ വേറെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100 കാര്യം ചെയ്യാനുണ്ടാവും.
അങ്ങനെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഞാൻ ഉൾപ്പെടെ പലരും ഈ കാര്യത്തില് വീണു പോകുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ അധികം ഓതിയേ മതിയാവും. നമുക്ക് സമയമൊക്കെ ഉണ്ട്. നമ്മള് മടിയാണ്. മടി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാഞ്ഞിട്ടാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഖുർആനുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ, ഭയങ്കര ബന്ധമാണല്ലോ, ഖുർആൻ നമ്മൾ പഠിക്കുന്നല്ലോ, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം നിർബന്ധമാണ് അല്ലേ? അപ്പം ഖുർആൻ പാരായണത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുറച്ചൊന്ന് പറയണം എന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. കുറെ ആളുകൾക്കെങ്കിലും അതൊരു നല്ല ഓർമ്മപ്പെടുത്തലാവും വിചാരിക്കുന്നു. കാരണം ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും പുതിയതൊന്നുമല്ല. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസുകളും ആയത്തുകളും ഒക്കെയാണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതൊന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അങ്ങ് സിമന്റ് ഇട്ട് തേച്ച പോലെ അങ്ങ് ഉറച്ചോളും. ഓക്കെ, കുറേ പോയിന്റ്സ് ഉണ്ട്. ഞാൻ കുറച്ച് ഇന്ന് കവർ ചെയ്യാൻ നോക്കാം. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അള്ളാഹ്. അപ്പം നമ്മൾ പറഞ്ഞു ഖുർആൻ ഓത എന്ന് പറയുന്നത് ഖുർആന്റെ അവകാശം. ഖുർആന് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തിലാവത്തിന്റെ അവകാശങ്ങളാണ്. ഇത് ഖുർആന്റെ അവകാശങ്ങളാണ് നമ്മൾ പറയുന്നത്. ഖുർആൻ ഒരുപാട് അവകാശങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ അവകാശം ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത്. 2 ഖുർആൻ ഓതുക എന്നുള്ളത്. 3 ഖുർആനെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, തദബ്ബുർ ചെയ്യുക, റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത്. 4 അത് പ്രകാരം ജീവിക്കുക എന്നുള്ളത്. 5 അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഖുർആന്റെ അവകാശങ്ങൾ. അതിനകത്ത് രണ്ടാമത്തെ അവകാശം ആണ് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു അവകാശമാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് കുറച്ച് നോക്കാം ഇൻഷാ അള്ളാഹ്. അതില് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, അദ്ദീനു നസീഹ. ദീൻ എന്നാല് നസീഹത്താണ്. നസീഹ എന്ന് പറഞ്ഞാല് ഗുണകാംക്ഷ അല്ലെങ്കിൽ വെൽ വിഷിംഗ് എന്ന് പറയും. ഒരാൾക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി ചിന്തിക്കുന്നതിനാണ് വെൽ വിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വെൽവിഷിംഗ് അതായത് ഒരാളോട് നമുക്ക് അങ്ങേയറ്റം ആത്മാർത്ഥത ഉണ്ടായിരിക്കുക അല്ലെ. നമ്മൾ നസീഹ നടത്തുക എപ്പോഴാണ്? ഒരാൾക്ക് നന്മ ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ലേ, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഗുണങ്ങൾ വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നസീഹത്ത് നടത്തുക അല്ലെ. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാല് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്, ആത്മാർത്ഥമായിരിക്കുക, നന്മ ഉദ്ദേശിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഒരു ഹദീസിനകത്ത് ആർക്കൊക്കെയാണ് അല്ല എന്തിനാണ് ആരോടാണ് നസീഹത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം. അതായത് അള്ളാഹുവോട്, അവന്റെ ഗ്രന്ഥത്തോട്, അവന്റെ ദൂതനോട്, മുസ്ലിങ്ങളുടെ നേതാക്കളോട്, സാധാരണക്കാരോട്, ഇത്രയും ആളുകളോടുള്ള നസീഹയാണ് ദീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് നസീഹ നമ്മൾ നടത്തുന്നത്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് എങ്ങനെയാണ് വെൽ വിഷിങ് അല്ലെങ്കിൽ ഗുണകാംക്ഷ ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് നന്മ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഒരാളോട് നമുക്ക് അയാൾക്ക് നന്മ ഉണ്ടാവണം, അയാളോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം അല്ലെ. ആരോ എവിടെയോ കിടക്കുന്ന അയാളോട് എനിക്ക് ഭയങ്കര ഗുണകാംക്ഷ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല അല്ലെ. നമുക്ക് അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം, അവരോട് ഇഷ്ടം വേണം, അവരോട് ആത്മാർത്ഥമായ സ്നേഹം വേണം. അപ്പോഴാണ് നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുകയും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തിന് ഗുണകാംക്ഷ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ നമ്മളുടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥവുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അത് വായിക്കാതെ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥത്തിന് ഓതാതെ എങ്ങനെയാ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാം? അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അപ്പം നമ്മൾ സാധാരണക്കാരും ഈ ഹിഫ്ള് പഠിക്കുന്നവരും തമ്മിൽ അല്ലെ, ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കുന്ന അല്ലെങ്കിൽ ഹിഫ്ളാക്കിയ ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അല്ലെ. അവർ ഈ ഹിഫ്ളാക്കിയ ആളുകൾ എന്ന് പറയുന്നത് അവർ ഖുർആനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. എപ്പോഴും അവരുടെ കൂടെ ഖുർആനാണ്, അവരുടെ നാവിൽ ഖുർആനാണ്, അവരുടെ ഹൃദയത്തിൽ ഖുർആനാണ്, അവരുടെ കയ്യിൽ ഖുർആനാണ്. അവർ ഖുർആൻ ഓതുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അതിന്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, അതിന്റെ പിന്നാലെ ഓടുന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ ജീവിതമേ ഖുർആനാണ്, ഖുർആനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് ഖുർആനിനോട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഖുർആനിനെ നസീഹ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. ആ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഓതിയിട്ട് തന്നെ വേണം. അപ്പോഴേ നമുക്ക് ഈ ഒരു ഹദീസിനകത്ത് പറഞ്ഞ രീതിയിൽ ഖുർആനിനോടുള്ള നസീഹ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഓതുന്നതിന്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, അത് മനസ്സിലാക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരലും. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഖുർആൻ ഓതല് ഭയങ്കര ലാഭകരമായ ഒരു കച്ചവടമാണ്. സുബ്ഹാനല്ലാഹ്.
നമ്മുടെ ഈ ദുനിയാവിലെ ഏതൊരു പ്രവർത്തനങ്ങളും അല്ലെ, നമ്മൾ പറയുന്ന ഏതൊരു വാക്കും എന്താണ്, ഒരു വാല്യൂ ഉണ്ട് അതിന്, അതിനൊരു പ്രതിഫലം നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുണ്ട് അല്ലെ. യൗമുൽ ഖിയാമയിൽ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ ഓരോ വാക്കുകളും, ഓരോ നിയ്യത്തുകളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റിവ്യൂ ചെയ്ത് ടിക്ക് ചെയ്ത് അല്ലെ, ഇതിന് ഇന്ന പ്രതിഫലം, ഇതിന് ഇന്ന പ്രതിഫലം എന്ന് നമുക്ക് കിട്ടാൻ പോവാണ്. ഹൈറായതാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലമായിരിക്കും, മോശമായ കാര്യമാണെങ്കിൽ നമുക്കതിന് ശിക്ഷയുണ്ട് അല്ലെ. നമ്മുടെ തുലാസിൽ അതിന് വെയ് ചെയ്യും അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം നല്ലതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ അല്ലെ 10 മടങ്ങ് എത്രയോ മടങ്ങാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്നത്. അപ്പം ഖുർആൻ ഓത്ത് എന്ന് പറയുന്നത് വളരെ ലാഭകരമായ ഒരു കച്ചവടമാണ്. സൂറത്തുൽ ഫാത്തിറിൽ 29-30 ആയത്തുകൾ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവര്, അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പം ആദ്യത്തെ കാര്യം, അതായത് നഷ്ടപ്പെടാത്ത കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കേട്ടോ. അതായത് അവരുടെ ഈ കച്ചവടം ഒരിക്കലും നഷ്ടത്തിലാവില്ല, അവിടെ ചെന്ന് അവർക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് ആരാണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ. അപ്പൊ ഒരിക്കലും ഈ കച്ചവടം നഷ്ടത്തിൽ പെടൂല. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അഖാമുസ്സലാ, അവര് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും വൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ, നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ. യർജൂന തിജാറ, അവരാശിക്കുന്നത് എന്താണ്? ഒരു കച്ചവടമാണ് അല്ലെ, ഒരു കച്ചവടമാണ് അവര് ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ളത്? ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. അപ്പം അതിൽ ഏറ്റവും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരാണ്? അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്, പാരായണം ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു 3 കാര്യം മനസ്സിൽ വെക്കണം. ആ 3 കാര്യം മനസ്സിൽ വെക്കുമ്പോൾ ഈ 3 കാര്യവും വേണം എന്നുള്ളത് വെക്കണം. എന്തെങ്കിലും 1ഓ 2ഓ പോരാ. പഠിക്കലും മനസ്സിലാക്കലും പോരാ, മനസ്സിലാക്കലും പ്രവർത്തിക്കലും പോരാ, ഓതലും പഠിക്കലും പോരാ, ഇത് 3ഉം വേണം. അപ്പം ഇതുള്ളവര് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം ചെയ്ത ആളുകളാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിയുവഫീഹിം ഉജൂറഹും, അള്ളാഹു എന്താണ് അവർക്ക് എന്താണ് പൂർണ്ണമായ, അതിന് പരിപൂർണമായ പ്രതിഫലം നൽകാനാണത്. അള്ളാഹു അവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനാണ്. വയസീദഹും മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് യസീദ്, ആക്കിയിട്ട് കൂടുതലാക്കി കൊടുക്കാനും, പൂർണ്ണമായിട്ട് കൊടുക്കും, എന്നിട്ട് അതിന്റെ മേലെയും കൊടുക്കും. എന്നിട്ട് പറയാണ് ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. ഷക്കൂർ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്നവൻ, അപ്രീഷിയേറ്റ് ചെയ്യുന്നവനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവനാണ്. അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു അതിന് കൂടുതൽ ധാരാളമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, നഷ്ടക്കാരിൽ പെട്ടു പോവേയില്ല അല്ലെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് വിശ്വാസികളാവാൻ വേണ്ടിയിട്ട് ഖുർആൻ പാരായണം ചെയ്യണം. ഈ ഹദീസ് നമ്മൾ പലപ്പോഴും എനിക്കൊന്ന് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിക്കാറുള്ള ഒരു ഹദീസാണ് അല്ലെ. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടാണ് താരതമ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്? ഓറഞ്ചിനോട് അല്ലെ, ഒരു മധുര നാരങ്ങയോട്. അതിന്റെ ടേസ്റ്റ് നല്ലതാണ്, അതിന്റെ സ്മെല്ല് നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, കാണാനും ഒരു ഭംഗിയല്ലേ. അപ്പം ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികൾ, അതായത് ഖുർആൻ പാരായണം ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസികൾ, ഖുർആൻ പാരായണം ചെയ്യുന്നില്ല എന്നാൽ അവര് ഖുർആനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഖുർആനെ അനുസരിക്കുകയും ചെയ്യുന്നു, പക്ഷെ പാരായണത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാരക്കയോടാണ് അല്ലെ. കാരക്കക്ക് ഈത്തപ്പഴത്തിന് മധുരം ഉണ്ട്, പക്ഷേ ഫ്രാഗ്രൻസ് ഇല്ല, സ്മെല്ലില്ല അല്ലെ, അത്ര വലിയ ഭംഗിയും ഇല്ല അതിനെ കാണാൻ. പക്ഷെ ഓറഞ്ച് എന്ന് പറയുമ്പോൾ കാണാൻ തന്നെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആണ് അല്ലെ, ബ്രൈറ്റ് ആണ്, ഫ്രഷ് ആണ്, നല്ല സ്മെല്ലാണ്, ടേസ്റ്റും ഉണ്ട്. അപ്പം അതിൽപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആരാണ്? ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യാം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിയാണ് മധുര നാരങ്ങ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സത്യവിശ്വാസിയാവാൻ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യല് നിർബന്ധമാണ്. ഇനി അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്
ഖുർആൻ പാരായണം ചെയ്യുന്ന കപട വിശ്വാസി, അതായത് ആളെ കാണിക്കാൻ വേണ്ടി ഖുർആൻ പാരായണമൊക്കെ ചെയ്യും, പക്ഷെ വിശ്വാസമൊന്നുമില്ല, പ്രവർത്തനത്തിലേക്കൊന്നും കൊണ്ടുവരുന്ന പരിപാടിയൊന്നും മൂപ്പർക്കില്ല അല്ലെ. അവരെ കമ്പയർ ചെയ്തിട്ടുള്ളത് ബേസിൽ തുളസിയോടാണ്. തുളസിക്ക് നല്ല മണമാണ്, പക്ഷെ വായിലിട്ട് കഴിഞ്ഞാല് കയ്പാണ്. അപ്പം ഖുർആൻ പാരായണമൊക്കെ ചെയ്യും, പക്ഷെ വിശ്വാസവും ഇല്ല, പ്രവർത്തനങ്ങളും ഇല്ല. അങ്ങനെയുള്ള ആളുകളെ എന്താണ് ബേസിൽ അല്ലെങ്കിൽ തുളസിയോടാണ് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. അതിന് നല്ല സ്മെല്ലുണ്ട്, പക്ഷെ ടേസ്റ്റ് മോശമാണ്. ഇനി ഇത് മൂന്നും അല്ലാത്ത ഖുർആൻ പാരായണം ചെയ്യില്ല, കപട വിശ്വാസിയാണ് അല്ലെ, ആക്ഷൻസും കൊണ്ടുവരില്ല, ഖുർആൻ പാരായണവും ചെയ്യൂല എന്നുണ്ടെങ്കിൽ അവരെ ആട്ടങ്ങ, അതായത് ഒരു ഭയങ്കര കയ്പും ഉണ്ട്, അതിന് നല്ല സ്മെല്ലും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ് ആട്ടങ്ങ. ആട്ടങ്ങയോടാണ് താരതമ്യപ്പെടുത്തിയത്. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്തിനെ പോലെയാണ്? ഒരു ആട്ടങ്ങയാണോ, അല്ലെങ്കിൽ ഒരു തുളസിയാണോ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമാണോ, അതോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് തന്നെയാണോ? അപ്പം ഏറ്റവും ബെസ്റ്റ് വിശ്വാസിയാവാൻ നമ്മൾ ഖുർആൻ പാരായണത്തോടു കൂടി ഖുർആനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത്രയും ഖുർആനുമായിട്ട് ബന്ധത്തോടു കൂടി ഖുർആനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു ഖുർആൻ പാരായണം ചെയ്യൽ അല്ലേ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പാരായണം ചെയ്യുമായിരുന്നു ഖുർആൻ. സൂറത്തുൽ ബഖറയിലെ 151 ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, യത്ലു അലൈക്കും ആയാതിന, അദ്ദേഹമോ നിങ്ങൾക്ക് നമ്മുടെ സൂക്തങ്ങൾ ഓതി തരുന്നു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റീസ് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അല്ലെ ഖുർആനെ റിവ്യൂ ചെയ്യുമായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഖുർആൻ ഓതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് പാരായണം ചെയ്യണം. ഖുർആനുമായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് വേണം. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ പലതിനോടും അറ്റാച്ച്മെന്റ്സ് ഉണ്ട് അല്ലെ. പലതും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ പലരും ഇല്ലെങ്കിൽ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്കൊക്കെ വരാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആനുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് വരേണ്ടത്. ഒരു തബ്രാനി റിപ്പോർട്ട് ചെയ്ത അൽബാനി ഹസനാക്കിയ ഒരു ഹദീസ്, അതിന്റെ മലയാളം ടെക്സ്റ്റ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിലിടാൻ കാര്യം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു മാർക്കറ്റിൽ, ഒരു സൂക്കില് ചെന്ന്, നമുക്കറിയാം ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പല കാര്യങ്ങളിൽ അവിടെ തിരക്കായിരിക്കും അല്ലെ, വാങ്ങലും വിൽക്കലും തമാശ പറയലും സമയം വേസ്റ്റ് ആക്കലും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. അപ്പം അവരെടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, യാ അഹ്ല സൂഖി മാ അഅ്ജസക്കും, അല്ലയോ സൂക്കിന്റെ ആൾക്കാരെ, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, എന്താ നിങ്ങളെ തടഞ്ഞു വെച്ചത്? അപ്പൊ ആൾക്കാർ ചോദിക്കും, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. വമാ ദാക യാ അബാ ഹുറൈറ, എന്താ പ്രശ്നം എന്ന് ചോദിക്കും, എന്താണത് എന്ന് ചോദിക്കും. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ذاك ميراث رسول الله صلى الله عليه وسلم يقسم وأنتم ها هنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലെഗസി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തുക്കള് അതാ അവിടെ വിതരണം ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? നിങ്ങൾ എന്താ നിങ്ങളെ തടയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തൊക്കെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാര് എന്താല്ലേ, സുബ്ഹാനല്ലാഹ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഓടുമല്ലോ. അപ്പൊ നിങ്ങൾ പോയി വാങ്ങുന്നില്ലേ? ലാ തദ്ഹബൂന ഫതഖുദൂന നസീബകും മിൻഹു, നിങ്ങൾ അതിൽ നിന്ന് ഒരു ഷെയർ എടുക്കാൻ വേണ്ടി പോകുന്നില്ലേ? അപ്പം ആൾക്കാർ ചോദിക്കും, അയിന ഹുവ, എവിടെയാണ് അത്, ആ സംഭവം എവിടെയുള്ളത്? ഫി മസ്ജിദ്, പള്ളിയിലാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, മാർക്കറ്റിൽ നിന്ന സമയങ്ങളെല്ലാം അങ്ങോട്ട് പോയിക്കോ എന്ന് പറയും. അപ്പൊ ആൾക്കാരൊക്കെ അവിടെ ചെന്ന്, അവര് പോയപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അവർ കാണൂല, അങ്ങനെ സ്വത്തൊന്നും ഡിവൈഡ് ചെയ്യുന്നത് അവർ കാണുന്നില്ല. അവരങ്ങനെ പോയി നോക്കി തിരിച്ചു വരും. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കും, നിങ്ങൾ എന്തേ തിരിച്ചു വന്നത്? അപ്പൊ പറയില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ഡിവൈഡ് ചെയ്യുന്നൊന്നും കണ്ടില്ലല്ലോ, ഒന്നും ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അവിടെ നടക്കുന്നില്ലല്ലോ. അപ്പൊ ചോദിക്കും, നിങ്ങൾ അവിടെ എന്താ കണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, റഅയ്ന ഖൗമൻ യുസല്ലൂന വഖൗമൻ യഖറഊന അൽ ഖുർആന ഖൗമൻ യതദാക്കറൂന അൽ ഹലാല വൽ ഹറാം. അവര് പറഞ്ഞു, ഞങ്ങൾ അവിടെ കുറച്ച് ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടു അല്ലെ, ഖൗമൻ യുസല്ലൂന. വേറെ ചില ആൾക്കാർ എന്താ, യഖറഊന അൽ ഖുർആൻ, ഖുർആൻ ഓതുന്നത് കണ്ടു. വേറെ ചില ആളുകൾ യതദാക്കറൂന അൽ ഹലാല വൽ ഹറാം, ഹലാലും ഹറാമും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടു. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, വൈഹക്കും, നാശം, നിങ്ങൾക്ക് നാശം. ഫദാക മീറാസ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ത്, അനന്തരാവകാശം, അനന്തര സ്വത്ത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയത് അതാണ് അല്ലെ.
നമസ്കാരവും ഖുർആാനോത്തും ഹലാലും ഹറാമും എന്താണെന്ന് മനസ്സിലാക്കലും. അപ്പൊ അത് വേണ്ടാത്ത ആൾക്കാരാണോ നിങ്ങൾ? എന്താണ് വൈഹക്കും, നിങ്ങൾക്ക് നാശം. നിങ്ങൾ ഈ ഇവിടെ മാർക്കറ്റിൽ സമയം കളയാണല്ലേ. പള്ളിയിൽ ആൾക്കാർ ഇതൊക്കെ ചെയ്ത് തിരക്കിലായിരിക്കുന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഖുർആൻ ഓതി നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഹലാലും ഹറാമും മനസ്സിലാക്കി ധൃതി പിടിച്ച് അവർ ചെയ്യുന്ന സമയത്ത് ആ സ്വത്ത് അവിടെ വിഭജനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് നാശം. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. പിന്നെ ഒരു പോയിന്റ് എന്നുള്ളത് ഖുർആൻ ഓത്തെന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒരു ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഖുർആൻ ഓതുക എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം പോലെ, ഉംറ പോലെ, ഹജ്ജ് പോലെ, സകാത്ത് പോലെ, സ്വതക്ക പോലെ, അതേപോലെ ഒരു ഇബാദത്താണ്. നമുക്കറിയാം ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള പ്രവർത്തികളാണ് അല്ലെ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹ് കണക്കില്ലാതെ പ്രതിഫലം വാരിക്കോരി തരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇബാദത്തുകൾ അല്ലെ. അള്ളാഹുവിന് വേണ്ടി പ്രത്യേകം ചെയ്യുന്ന ഇബാദത്തുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ ഓതുക എന്ന് പറയുന്നത് അള്ളാഹു പ്രതിഫലം തരുന്ന ഇബാദത്താണ്. നമുക്കറിയാം ഖുർആൻ ഓത്തിന്റെ കാര്യം അല്ലെ. ഒരാള് അലിഫ് ലാം മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഒറ്റ വാക്കല്ല, ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതൊരു നന്മക്കും 10 ഇരട്ടിയാണ് പ്രതിഫലം. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു വാക്കല്ല, പക്ഷെ അതിലെ അലിഫ് ഒരക്ഷരം, ലാം ഒരക്ഷരവും, മീം വേറൊരു അക്ഷരവും ആണ്. അപ്പൊ ഓരോന്നിനും 10. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ 30. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ വീണ്ടും 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 എത്ര വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം അള്ളാഹിന്റെ തൃപ്തിക്കനുസരിച്ച്. നമുക്കറിയാം യൗമുൽ ഖിയാമയിൽ നമുക്ക് എന്താ വേണ്ടത്? യൗമുൽ ഖിയാമ എന്ന് പറയുന്നത് ഹസ്രയുടെ ദിവസമാണ് അല്ലെ. നമുക്ക് ഒരുപാട് കുറ്റബോധത്തിന്റെ ദിവസമാണ്. കാരണം ഒരിത്തിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നന്മയും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ, സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരു 10 കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു 20 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസമാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇപ്പൊ നമ്മള് ആ കാര്യത്തിന് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് നമ്മൾ ആ ഒരു കാര്യം നേടി വെച്ചു കഴിഞ്ഞാലേ അവിടെ നമുക്ക് എന്ത് ഗുണം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മൾ ഓതേണ്ട സമയത്ത് കുഴപ്പമില്ല, നാളെ ഓതാ അല്ലെ. അതൊരു വല്ലാതെ ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടമാണ് ഖുർആൻ ഓത്തുന്നത് നമ്മൾ കണ്ടു അല്ലെ. അല്ലെങ്കിൽ ഞാൻ ആ മെസ്സേജ് നോക്കട്ടെ, അതിന് റിപ്ലൈ കൊടുക്കട്ടെ, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കട്ടെ, എന്താണോ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഞാൻ അവരോട് സംസാരിക്കട്ടെ, ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ. ഖുർആൻ ഓതുന്ന ചിന്ത മനസ്സിൽ വരുമ്പോഴൊക്കെ നമ്മളെ ചിന്തകൾ അങ്ങനെ അങ്ങനെ മാറി മാറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ മതിയാവും ചിലപ്പോൾ നമ്മുടെ തുലാസം ഒന്ന് താഴോട്ട് താഴാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അവിടെ ചെന്ന് റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും കുറ്റബോധിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ നല്ല കച്ചവടം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാകുന്ന ആൾക്കാരെ കൂട്ടത്തില് നമ്മളെ എല്ലാരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഖുർആന്റെ എല്ലാ ഹക്കും കൊടുത്ത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന അത്രയും വലിയ ഗിഫ്റ്റാണ് ഖുർആൻ അല്ലേ. അതിന്റെ എല്ലാ ഹക്കും കൊടുത്ത് അത് ഓതേണ്ട രീതിയിൽ ഓതി, അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി, അതിലും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട രീതിയിൽ പ്രായോഗികമാക്കുന്ന കാര്യത്തിൽ നിരന്തരം, അത് നിർത്താതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് റിസൾട്ട് തന്ന് നമുക്ക് തൃപ്തിയുള്ള, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള, നമുക്ക് തൃപ്തിയുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം പലരും പല കാര്യങ്ങളും ചിലപ്പോൾ ശ്രമിച്ചിട്ട് പറ്റാത്ത ആളുകളായിരിക്കും അല്ലെ. നമ്മുടെ ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫെയിൽ ആവുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. പക്ഷെ നമ്മുടെ ശ്രമങ്ങൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് വാല്യൂ, നമ്മുടെ നിയ്യത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് വാല്യൂ. റിസൾട്ട് തരുന്നവൻ റബ്ബാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന് പറയുന്നത് അവിടുത്തെ സബ്ർ എന്താണ്? നമ്മൾ വീണ്ടും 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 ശ്രമിക്കുക, ക്ഷമയോടുകൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ പല കാര്യത്തിലും നമ്മൾ ഫെയിൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓത്തിന്റെ കാര്യത്തിൽ, ഓതാൻ പഠിക്കുന്ന കാര്യത്തിൽ, ഖുർആൻ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ, അർത്ഥം മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യത്തിൽ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഫെയിലായി പോകുന്നുണ്ടെങ്കിൽ
ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്ത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ ശ്രമങ്ങളെയാണ് കാണുന്നത്, അള്ളാഹു നമ്മുടെ നിയ്യത്തുകളെയാണ് കാണുന്നത്, റിസൾട്ട് അള്ളാഹു ആണ് തരുന്നത്. അപ്പം ഈ ഒരു പാതയിലായിരിക്കും എപ്പോഴും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما متقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.